ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഞാനിവിടെ കുറച്ചധികം വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് ഒന്നിങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. നമ്മളിത് ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്, വറ്റിച്ചെടുക്കുകയല്ല. ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും കുറച്ച് ഉപ്പ് അധികമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു അരിനെ എടുക്കണം എന്നൊന്നുമില്ല, ഏത് അരി വെച്ചിട്ടും ഈ ഒരു മുട്ടച്ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്തിട്ട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പം തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഞാനിതൊരു വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഊറ്റിയെടുത്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളിയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു വലിയുള്ളി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയുള്ളി ഒന്നും അധികം ആവണ്ട. ഞാനിപ്പോൾ അതൊരു 3 ആൾക്ക് കഴിക്കാനുള്ള ചോറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്നിങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാബേജാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു കപ്പോളം കാബേജാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ഉള്ളിയും കാബേജൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ കാബേജ് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഞാനിവിടെ ഒരു 3 മുട്ട പൊട്ടിച്ചുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 മുട്ടയൊക്കെ ആവട്ടോ. ഞാനിപ്പോൾ ഒരു 3 മുട്ടയെ എടുത്തിട്ടുള്ളൂ. മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ മുട്ടയും കുരുമുളകൊക്കെ ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആകണം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് എന്തായാലും നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് തീ ഓഫാക്കി വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മുട്ടച്ചോറ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബീഫോ ചിക്കനോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് തനിയെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ റെസിപ്പി. ഈ മുട്ടച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.